ഹായ് മക്കളെ, AK ആണ്. വെൽക്കം ടു iTutor. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ വരാൻ പോവുകയാണ്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട്. കീപ് സപ്പോർട്ട് മീ. നമുക്കൊരു 50K എത്തിക്കണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചില കുട്ടികളുടെ ആശങ്കയാണ്. ഞാൻ കമൻറ്റ് ബോക്സ് അന്നേരം നോക്കാറുണ്ട്. കമൻറ്റ് ബോക്സിൽ പല കുട്ടികളും ചോദിക്കുന്ന സംശയങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയുടെ സംശയം എന്ന് പറഞ്ഞാൽ ഒരുപാടുള്ള സംശയമായിരിക്കും അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ വാല്യൂഷൻ ക്യാമ്പ് നെക്സ്റ്റ് മന്ത് 3-ാം തീയതി ആരംഭിക്കുകയാണ്. 26 വരെ ക്യാമ്പുണ്ട്, പക്ഷേ 2 ഘട്ടങ്ങളായിട്ട് വെറും 14 ദിവസം മാത്രമേ എന്തുള്ളൂ ഈ ഒരു ക്യാമ്പ് നടക്കുന്നുള്ളൂ. ഈ ഒരു 14 ദിവസം കൊണ്ട് ഇത്രയും പേപ്പർ നോക്കി തരുമെന്നാണ് പല കുട്ടികളും ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ന്യായമായ സംശയമാണ്. കൂടാതെ ഇത്തവണ മെയ് 5 തന്നെ, അതായത് കഴിഞ്ഞ വർഷത്തെക്കാട്ടും 3 ഡേ മുമ്പേ തന്നെ എന്ത് വരാൻ പോവുകയാണ്, റിസൾട്ട് വരാൻ പോവുകയാണ്. നമ്മൾ കേട്ട ന്യൂസ് അങ്ങനെയാണ്. റിസൾട്ട് 26-ന് ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ ടാബുലേഷൻ വർക്കൊക്കെ വളരെ വേഗത്തിൽ പുരോഗമിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഗ്രേസ് മാർക്ക് അതിൽ ആഡ് ചെയ്യാനുണ്ട്, അതേപോലെ CE മാർക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രൊസീജിയറാണ്. ടാബുലേഷൻ്റെ കാര്യമൊക്കെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ, ഗ്രേസ് മാർക്കും CE മാർക്കും നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രീവിയസ് വീഡിയോസ് എടുത്ത് ചെക്ക് ചെയ്താൽ മതി. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിന്നെ നമ്മുടെ ടീച്ചേഴ്സില്ലേ, സബ്ജക്റ്റ് എക്സ്പേർട്സായ ടീച്ചേഴ്സാണ് എന്തുണ്ടാവുക, ഓരോ ജില്ലയിലെയും വാല്യൂഷൻ ക്യാമ്പിൽ പങ്കെടുക്കുക. നിങ്ങളിപ്പോൾ കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ ചിലപ്പോൾ വേറെ ജില്ലയിൽ മലപ്പുറത്തോ അല്ലെങ്കിൽ കാസർഗോഡോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ് നിങ്ങളുടെ പേപ്പർ വാല്യൂഷൻ നടത്തുക. അതാത് ജില്ലയിലെ പേപ്പർ അതാത് ജില്ലയിൽ വാല്യൂഷൻ നടക്കില്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അത് മനസ്സിലാക്കി വയ്ക്കുക. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. 14 ഡേയ്സ് കൊണ്ട് വാല്യൂഷൻ നടക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഒരു ടീച്ചർ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 24 പേപ്പർ മാത്രമേ നോക്കുള്ളൂ ഒരു ദിവസം. അതേപോലെ 40 മാർക്കിൻ്റെ പേപ്പറാണെന്നുണ്ടെങ്കിൽ 36 എണ്ണം പേപ്പേഴ്സാണ് ഒരു ദിവസം നോക്കുക. അതിൽ കൂടുതൽ നോക്കാൻ അവർ കൊടുക്കില്ല. ഇത് തന്നെ എന്താ പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്യാമ്പാണ് ഉണ്ടാവുക. ആ ക്യാമ്പിൽ ഇത്രയും പേപ്പേഴ്സ് നോക്കുന്നത് വളരെ എന്താ പറയുക, സിമ്പിളായ കാര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയി നോക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് അധ്യാപകരുടെ എണ്ണം, അതായത് വാല്യൂഷൻ പങ്കെടുക്കുന്ന അധ്യാപകരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുക. അങ്ങനെ കൂട്ടിയതിന് ശേഷം വളരെ പെട്ടെന്ന് പേപ്പറുകൾ നോക്കി തീർക്കുന്ന രീതിയിലേക്കായിരിക്കും ഇത്തവണ ക്യാമ്പ് ഉണ്ടാവുക. സോ നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ മാർക്കിലൊന്നും ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും. ഓക്കെ ആണല്ലോ. സോ ഇതേപോലെ അപ്ഡേറ്റ്സിനായി മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ.